2026 ഏപ്രിൽ കേരളം വീണ്ടും ഒരു വിധിനിർണായകമായ പൊതുതിരഞ്ഞെടുപ്പിന്റെ കാഹളം മുഴങ്ങുന്ന വേളയിലേക്ക് നീങ്ങുകയാണ്. അധികാരത്തിന്റെ സിംഹാസനം ആർക്കെന്ന ചോദ്യത്തിനു മുന്നിൽ പ്രമുഖ രാഷ്ട്രീയ മുന്നണികൾ തങ്ങളുടെ വജ്രായുധങ്ങളും അവകാശവാദങ്ങളുമായി ഇപ്പോഴേ കളം നിറയുകയാണ്. CPM-ഉം ഇടതുമുന്നണിയും ഒറ്റസ്വരത്തിൽ പ്രഖ്യാപിക്കുന്നു, കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇന്നുവരെ ആരും കാണാത്ത ആ ഹാട്രിക് വിജയം നേടി ഭരണത്തുടർച്ച ഉറപ്പാക്കി ചെങ്കൊടി പാറിക്കുമെന്ന്. ഉറച്ച പ്രഖ്യാപനമാണ് ഇടതുകോട്ടകളിൽ നിന്ന് മുഴങ്ങിക്കേൾക്കുന്നത്. എന്നാൽ മറുഭാഗത്ത് പ്രതിപക്ഷനിരയായ UDF സമാനതകളില്ലാത്ത ആത്മവിശ്വാസത്തിലാണ്. ഒരു പതിറ്റാണ്ടിന്റെ നീണ്ട കാത്തിരിപ്പിന് അന്ത്യം കുറിച്ചുകൊണ്ട് 100-ലധികം സീറ്റുകളുടെ വൻ ഭൂരിപക്ഷത്തോടെ തങ്ങൾ തിരിച്ചുവരുമെന്ന് UDF നേതാക്കൾ ആവർത്തിക്കുന്നു. ഭരണം തിരിച്ചുപിടിക്കാനുള്ള ആവേശത്തിലാണ് അവരുടെ ഓരോ നീക്കങ്ങളും. പോരാട്ടം അവിടെയും തീരുന്നില്ല. NDAയെയും BJPയെയും സംബന്ധിച്ച് 2026 എന്നത് വെറുമൊരു തിരഞ്ഞെടുപ്പല്ല, കേരള നിയമസഭാ ചരിത്രത്തിലെ തങ്ങളുടെ ഏറ്റവും മികച്ച പ്രകടനം പുറത്തെടുക്കുമെന്നും റെക്കോർഡ് ഫലങ്ങൾ സൃഷ്ടിക്കുമെന്നും അവരും അസന്നിഗ്ധമായി അവകാശപ്പെടുന്നു. ഏറ്റവും ഒടുവിലായി പുറത്തുവന്ന സർവേ ഫലം രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ വലിയ പ്രകമ്പനമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. കോർ എന്ന ദേശീയ ഏജൻസി മാതൃഭൂമി ന്യൂസുമായി ചേർന്ന് നടത്തിയ സർവേയുടെ ആദ്യഘട്ട വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ കേരളത്തിലെ 35 നിയോജക മണ്ഡലങ്ങളിലെ ജനഹിതമാണ് മാതൃഭൂമി ചാനലിലൂടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഈ 35 മണ്ഡലങ്ങളിലെ കണക്കുകൾ പരിശോധിച്ചാൽ ആരെയും അമ്പരപ്പിക്കുന്ന ഒരു ചിത്രമാണ് തെളിയുന്നത്. LDF 16 UDF 16 BJP നയിക്കുന്ന NDAയ്ക്ക് ഒരിടത്തുപോലും ലീഡില്ല. ബാക്കി 3 പ്രവചനാതീതമായ കടുത്ത പോരാട്ടം. ആദ്യനോട്ടത്തിൽ ഇതൊരു ഇഞ്ചോടിഞ്ച് പോരാട്ടമാണെന്ന് തോന്നുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്ക് തെറ്റി. ഈ കണക്കുകൾക്ക് പിന്നിൽ മറ്റൊരു സത്യമുണ്ട്. ഒരു വലിയ രാഷ്ട്രീയ അട്ടിമറിയുടെ സൂചനകൾ ഈ സർവേ ഫലങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഈ സർവേ നടന്ന 35 മണ്ഡലങ്ങളിൽ 27 നിലവിൽ വിജയിച്ചു നിൽക്കുന്നത് LDF MLA-മാരാണ്. UDF-ന് കൈവശമുള്ളതാകട്ടെ വെറും 8 സീറ്റുകൾ മാത്രം. എന്നാൽ സർവേ ഫലം വന്നപ്പോൾ ചിത്രം മാറിമറിഞ്ഞു. ഇടതുപക്ഷത്തിന്റെ ഉറച്ച കോട്ടകളായിരുന്ന 9 മണ്ഡലങ്ങൾ UDF പിടിച്ചെടുക്കുമെന്നാണ് ഈ സർവേ വ്യക്തമാക്കുന്നത്. അതിശക്തമായ പോരാട്ടം നടക്കുന്ന ആ 3 മണ്ഡലങ്ങളിൽ 2 LDF-ഉം UDF-ഉം നേർക്കുനേർ കൊമ്പുകോർക്കുമ്പോൾ മൂന്നാമത്തെ മണ്ഡലത്തിൽ UDF-നെ നേരിടുന്നത് NDA-യാണ്. UDF-ന്റെ സിറ്റിംഗ് സീറ്റായ മഞ്ചേശ്വരത്ത് ഇത്തവണ പ്രവചനാതീതമായ ഒരു അഗ്നിപരീക്ഷയാണ് കാത്തിരിക്കുന്നത്. പ്രവചനങ്ങൾ അസാധ്യമായ ഈ 3 മണ്ഡലങ്ങളിലെയും അന്തിമചിത്രം പരിശോധിക്കുമ്പോൾ വിജയസാധ്യതയുടെ തുലാസ് UDF-ന് അനുകൂലമായി നിൽക്കാനാണ് സാധ്യത. ഇനി ഈ ആദ്യഘട്ട സർവേയിലെ 35 മണ്ഡലങ്ങളിൽ LDF-ന്റെ കോട്ടകളിൽ വിള്ളൽ വീഴ്ത്തി UDF പിടിച്ചെടുക്കാൻ പോകുന്ന മണ്ഡലങ്ങൾ ഏതൊക്കെയാണ്? ലിസ്റ്റിലെ 1-ാമത്തെ പേര് പത്തനംതിട്ടയിലെ റാന്നിയാണ്. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ സിറ്റിംഗ് സീറ്റ്. 1/4 നൂറ്റാണ്ടുകാലം CPM ചെങ്കൊടി പാറിച്ച ഈ മണ്ഡലം 2021 മാണി ഗ്രൂപ്പ് ഇടതുപക്ഷത്തേക്ക് ചേക്കേറിയപ്പോഴാണ് അവർക്ക് വിട്ടു നൽകിയത്. അന്ന് CPM-ന് പകരം പ്രമോദ് നാരായണൻ കളത്തിലിറങ്ങിയപ്പോൾ കഷ്ടിച്ച് നൂൽപ്പാലത്തിലൂടെയാണ് ഇടതുമുന്നണി രക്ഷപ്പെട്ടത്. എന്നാൽ മാതൃഭൂമി സർവേ നൽകുന്ന സൂചന പ്രകാരം ഇത്തവണ വളരെ കംഫർട്ടബിളായ ഭൂരിപക്ഷത്തിൽ UDF ഈ മണ്ഡലം തിരിച്ചുപിടിക്കാനാണ് സാധ്യത. കണക്കുകൾ നോക്കുമ്പോൾ LDF-ന് 40.15% വോട്ടുകൾ ലഭിക്കുമ്പോൾ 44.36% വോട്ടുകളുമായി UDF ഇവിടെ ആധിപത്യം ഉറപ്പിക്കുകയാണ്. അതായത് 4.21% വോട്ടിന്റെ വ്യക്തമായ ലീഡോടെ റാന്നിയിൽ UDF ഒരു തിരിച്ചുവരവിന് ഒരുങ്ങുന്നു എന്ന് ഈ സർവേ ഫലങ്ങൾ ഉറപ്പിച്ചു പറയുന്നു. അരുവിക്കര പോരാട്ട വീര്യം ഉറങ്ങുന്ന മണ്ണ്. LDF-ന്റെ കയ്യിൽ നിന്നും UDF തിരികെ പിടിക്കാൻ പോകുന്ന ആ 2-ാമത്തെ മണ്ഡലം മറ്റൊന്നുമല്ല, അത് തിരുവനന്തപുരം ജില്ലയിലെ അരുവിക്കരയാണ്. മാതൃഭൂമി ന്യൂസിന്റെ സർവേ ഫലങ്ങൾ നൽകുന്ന സൂചനകൾ അത്രമേൽ ശക്തമാണ്. ആദർശധീരനായ കോൺഗ്രസ് നേതാവ് മുൻ സ്പീക്കർ G. കാർത്തികേയൻ എന്ന അതികായൻ ദീർഘകാലം നെഞ്ചോട് ചേർത്ത മണ്ഡലം. അദ്ദേഹത്തിന്റെ വിയോഗത്തിന് പിന്നാലെ നടന്ന ഉപതിരഞ്ഞെടുപ്പിലും 2016 പൊതുതിരഞ്ഞെടുപ്പിലും മകൻ ശബരിനാഥൻ വിജയം ആവർത്തിച്ച ചരിത്രം നമുക്ക് മുന്നിലുണ്ട്. പക്ഷേ 2021 ചിത്രം മാറി. G. സ്റ്റീഫൻ എന്ന പോരാളിയെ ഇറക്കി CPM അരുവിക്കര പിടിച്ചെടുത്തു. എന്നാൽ ഇന്ന് കാലം മാറുകയാണ്. രാഷ്ട്രീയക്കാറ്റും
CPM-നെ അരുവിക്കര കൈവിടുമെന്ന കൃത്യമായ മുന്നറിയിപ്പാണ് മാതൃഭൂമി സർവേ നൽകുന്നത്. കണക്കുകൾ നോക്കിയാൽ 45.83% വോട്ടുകളുമായി UDF മുന്നേറുമ്പോൾ ഇടതുമുന്നണി വെറും 41.84% ഒതുങ്ങുന്നു. 3.99% ആ നിർണായക ഭൂരിപക്ഷത്തിൽ അരുവിക്കരയുടെ ചെങ്കോട്ട തകർത്ത് UDF തിരിച്ചുവരുമെന്ന് സർവേ അടിവരയിടുന്നു. ഇനി ഇടുക്കിയിലെ പീരുമേട്ടിലേക്ക്. 2021 CPI-യിലൂടെ ഇടതുമുന്നണി പൊരുതി നേടിയ മണ്ഡലം. അന്ന് നേരിയ ഭൂരിപക്ഷത്തിനായിരുന്നു ആ വിജയം. എന്നാൽ ഇന്ന് പീരുമേടിന് ഒരു ജനപ്രതിനിധിയില്ല. സിറ്റിംഗ് MLA ആയിരുന്ന വാഴൂർ സോമന്റെ അകാല വിയോഗം മണ്ഡലത്തെ അനാഥമാക്കി. പക്ഷേ അടുത്ത അംഗത്തിൽ പീരുമേട് CPI-യെ കൈവിടുമെന്നും UDF-നെ ചേർത്ത് പിടിക്കുമെന്നുമാണ് പുതിയ സർവേ ഫലങ്ങൾ നമ്മോട് പറയുന്നത്. പീരുമേട്ടിലെ കണക്കുകൾ UDF-ന് നൽകുന്നത് വലിയ ആത്മവിശ്വാസമാണ്. 48.47% വോട്ടുകൾ UDF വാരിക്കൂട്ടുമ്പോൾ LDF-ന് ലഭിക്കുന്നത് വെറും 42.20% മാത്രം. അതായത് 6.27% അനിഷേധ്യമായ ആധിപത്യം. CPI-യിൽ നിന്ന് ഇടതു മുന്നണിയിൽ നിന്ന് പീരുമേട് UDF പിടിച്ചെടുക്കുമെന്ന് ഈ കണക്കുകൾ ഉറപ്പിച്ചു പറയുന്നു. അടുത്തത് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന ആ നിർണായക പോരാട്ടഭൂമി, പത്തനംതിട്ടയുടെ ഹൃദയത്തുടിപ്പായ അടൂർ. ഇടതുപക്ഷത്തിന്റെ, പ്രത്യേകിച്ച് CPI-യുടെ ഉരുക്കുകോട്ടയെന്ന് വിശേഷിപ്പിക്കാവുന്ന ഈ സംവരണ മണ്ഡലം UDF തിരിച്ചുപിടിക്കുമോ? ചരിത്രം പരിശോധിച്ചാൽ നമുക്കറിയാം, 2011 വരെ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ കരുത്തിൽ കോൺഗ്രസ് വാണരുളിയ മണ്ണായിരുന്നു ഇത്. എന്നാൽ മണ്ഡലം സംവരണമായതോടെ UDF-ന് പിന്നെ പരാജയത്തിന്റെ കൈപ്പുനീർ മാത്രമായിരുന്നു വിധി. തുടർച്ചയായ 3 തിരഞ്ഞെടുപ്പുകൾ UDF-ന് കാലിടറി. കഴിഞ്ഞ അംഗത്തിൽ യുവരക്തമായ MG കണ്ണൻ നടത്തിയ പടയോട്ടം ഇപ്പോഴത്തെ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാറിനെ വിറപ്പിച്ചു. കേവലം തുച്ഛമായ വോട്ടുകൾക്കാണ് അന്ന് UDF വീണത്. എന്നാൽ MG കണ്ണന്റെ ആകസ്മികമായ വേർപാട് കോൺഗ്രസിനെ ഇന്ന് ഒരു വലിയ ചോദ്യചിഹ്നത്തിനു മുന്നിൽ എത്തിച്ചിരിക്കുന്നു. ആരുവരും ആ ശൂന്യത നികത്താൻ? ഒരു കരുത്തനായ സ്ഥാനാർത്ഥിയെ കണ്ടെത്തുക എന്നത് കോൺഗ്രസിന്റെ മുന്നിലെ വെല്ലുവിളിയാണ്. എങ്കിലും കണക്കുകൾ പറയുന്നത് മറ്റൊന്നാണ്. ഈ രാഷ്ട്രീയ പ്രതിസന്ധികൾക്കിടയിലും മാതൃഭൂമി ന്യൂസ് അഭിപ്രായ സർവേ വിരൽ ചൂണ്ടുന്നത് അടൂരിലെ ഒരു വലിയ രാഷ്ട്രീയ മാറ്റത്തിലേക്കാണ്. സർവേ പ്രകാരം UDF-ന് 46.14% വോട്ടുകൾ ലഭിക്കുമ്പോൾ LDF-ന് ലഭിക്കുന്നത് കേവലം 39.51% മാത്രം. CPI-യിൽ നിന്ന് കോൺഗ്രസ് ഈ മണ്ണ് പിടിച്ചെടുക്കുമെന്നാണ് പ്രവചനം. അടുത്തത് തൃശൂർ. സാംസ്കാരിക നഗരിയുടെ മണ്ണിലും ചുവപ്പുകൊടി താഴ്ത്തി കോൺഗ്രസ് കൈപ്പത്തി വിടർത്താൻ ഒരുങ്ങുന്നു. കഴിഞ്ഞ തവണ CPI സ്ഥാനാർത്ഥി ജയിച്ചു കയറിയ ഈ മണ്ഡലം ഇത്തവണ തിരിച്ചുപിടിക്കുമെന്ന വാശിയിലാണ് UDF. CPI നേതാവ് P. ബാലചന്ദ്രൻ പ്രതിനിധീകരിക്കുന്ന തൃശൂരിൽ ഒരു കൃത്യമായ ആധിപത്യത്തോടെ തന്നെ കോൺഗ്രസ് വിജയം കൊയ്യുമെന്ന് സർവേ ഫലങ്ങൾ ഉറപ്പിച്ചു പറയുന്നു. കണക്കിലെ കളികൾ നോക്കിയാൽ 38.91% വോട്ടുകൾ നേടി UDF മുന്നേറുമ്പോൾ 31.54% വോട്ടുകളുമായി ഇടതുപക്ഷം 2ാം സ്ഥാനത്തേക്ക് തള്ളപ്പെടുന്നു. എന്നാൽ മറക്കണ്ട, തൊട്ടു പിന്നാലെ BJP-യും ശക്തമായ സാന്നിധ്യമായി ഇവിടെയുണ്ട്. അടുത്തതായി UDF LDF-ൽ നിന്ന് തിരികെ പിടിക്കുമെന്ന് പറയുന്ന മണ്ഡലം തിരുവനന്തപുരം സെൻട്രൽ ആണ്. നിലവിൽ ജനാധിപത്യ കേരള കോൺഗ്രസിന്റെ കരുത്തനായ മുൻ മന്ത്രി ആന്റണി രാജുവാണ് നിലവിലെ സാരഥി. എന്നാൽ അഴിമതിക്കേസിൽ ശിക്ഷിക്കപ്പെടുന്ന സാഹചര്യത്തിൽ നിയമസഭാ പദവി നഷ്ടമാവുകയും ഇപ്പോൾ അയോഗ്യതാ ഭീഷണി നേരിടുകയുമാണ്. ഈ വിഷയത്തിൽ തലസ്ഥാന നഗരിയുടെ ഹൃദയം ഇത്തവണ UDF-നൊപ്പം തുടിക്കുമെന്നാണ് കണക്കുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. 2021 കോൺഗ്രസ് നായകൻ VS ശിവകുമാറിനെ വീഴ്ത്തിക്കൊണ്ട് ആന്റണി രാജു നടത്തിയ ആ അശ്വമേധത്തിന് 2026 തിരശ്ശീല വീഴുമോ? സർവേകൾ പറയുന്നത് അതെ എന്നാണ്. UDF 41.09% വോട്ടുകളുമായി ഒന്നാമതെത്തുമ്പോൾ LDF വെറും 33.66%-ലേക്ക് കൂപ്പുകുത്തും. ഇടതുപക്ഷത്തിന് തൊട്ടുപിന്നിൽ BJP-യും സാന്നിധ്യം അറിയിക്കുന്നതോടെ പോരാട്ടം കനക്കും. അടുത്ത ഇടിമുഴക്കം മലപ്പുറത്തെ തവനൂരിൽ നിന്നാണ്. ഇടതുപക്ഷത്തിന്റെ കുന്തമുന മുൻമന്ത്രി KT ജലീലിന്റെ തട്ടകം. പക്ഷേ ആ ചുവപ്പുകോട്ട ഇത്തവണ തകർന്നടിയുമോ? മാതൃഭൂമി ന്യൂസ് സർവേയുടെ പ്രവചനം അവിശ്വസനീയമാണ്. UDF 48.86% വോട്ടുകൾ തൂത്തുവാരുമ്പോൾ LDF 43.22%-ലേക്ക് ചുരുങ്ങും. 5.64%-ന്റെ നിർണായക ലീഡുമായി തവനൂർ അനായാസം UDF പാളയത്തിലേക്ക് എത്തുമെന്നാണ് പ്രവചനം. കൊല്ലത്തെ കുന്നത്തൂർ
കഴിഞ്ഞ 1/4 നൂറ്റാണ്ടായി കോവൂർ കുഞ്ഞുമോൻ എന്ന RSP ലെനിനിസ്റ്റ് പ്രതിനിധി അടക്കി വാഴുന്ന മണ്ണ്. ഈ സംവരണ മണ്ഡലത്തിൽ ചരിത്രം വഴിമാറാൻ പോകുന്നു. 25 വർഷത്തെ ആധിപത്യത്തിന് അറുതി വരുത്തിക്കൊണ്ട് കോവൂർ കുഞ്ഞുമോന് ഇത്തവണ അടിപതറും. 2021 ഉജ്ജ്വല പോരാട്ടം കാഴ്ചവെച്ച ഉല്ലാസ് കോവൂർ വീണ്ടും UDFനായി അംഗത്തിനിറങ്ങുമ്പോൾ അട്ടിമറി പൂർണ്ണമാകും. 48.49% വോട്ടുകളുമായി UDF മുന്നേറുമ്പോൾ 40.10% വോട്ടുകളിൽ LDF തളച്ചിടപ്പെടും. 8.39% വൻ ഭൂരിപക്ഷത്തോടെ കുന്നത്തൂർ UDF തിരികെ പിടിക്കും. എറണാകുളത്തെ കുന്നത്തുനാട്. ഇവിടെ പോരാട്ടം വെറുമൊരു മത്സരമല്ല, മറിച്ച് ശക്തമായ ത്രികോണയുദ്ധമാണ്. 2020യുടെ സാന്നിധ്യവും അവരുടെ NDA പ്രവേശനവുമാണ് ഈ മണ്ഡലത്തെ പ്രഭവകേന്ദ്രമാക്കുന്നത്. എന്നാൽ ഈ രാഷ്ട്രീയ മാറ്റം സിറ്റിംഗ് MLA PV ശ്രീനിജന് തിരിച്ചടിയാകുമോ? 2020 NDAയിലേക്ക് ചേക്കേറിയതോടെ അവരുടെ ന്യൂനപക്ഷ വോട്ടുകൾ UDFിലേക്ക് ഒഴുകുമെന്നാണ് സർവേ ഫലം. 42% വോട്ടുകളുമായി UDF അധികാരം പിടിച്ചെടുക്കുമ്പോൾ LDFന് ലഭിക്കുക 34.55% മാത്രം. 2020 വെറും 25% താഴെ ഒതുങ്ങുന്നതോടെ കുന്നത്തുനാട് ആധികാരികമായി UDF തിരിച്ചുപിടിക്കും. ആദ്യഘട്ടത്തിലെ 35 സീറ്റുകൾ പരിശോധിക്കുമ്പോൾ ചിത്രം വ്യക്തം. UDF തങ്ങളുടെ 8 സീറ്റുകളിൽ 7 സുരക്ഷിതമായി നിലനിർത്തുന്നു. മഞ്ചേശ്വരത്ത് നേരിയ മാർജിനിലാണെങ്കിലും മുന്നേറ്റം UDFന് തന്നെ. ഇതിനെല്ലാം ഉപരിയായി ഇടതുമുന്നണിയുടെ കൈവശമുള്ള 9 സിറ്റിംഗ് സീറ്റുകൾ പിടിച്ചെടുത്ത് UDF കരുത്ത് തെളിയിക്കുന്നു. ഈ കണക്കുകളിൽ ഏറ്റവും വലിയ തിരിച്ചടി നേരിടുന്നത് CPI ആണ്. നഷ്ടമാകുന്ന 9 മണ്ഡലങ്ങളിൽ 4 CPIയുടെ സിറ്റിംഗ് സീറ്റുകളാണെന്നത് ഇടതുപക്ഷത്തെ ഞെട്ടിക്കുന്ന കാര്യമാണ്. കാത്തിരിക്കാം കേരളത്തിന്റെ രാഷ്ട്രീയ മനസ്സ് ആർക്കൊപ്പം നിൽക്കുമെന്നറിയാൻ. മാതൃഭൂമി ന്യൂസ് കോർ സർവേയുടെ അടുത്ത ഘട്ടങ്ങളിലൂടെ വരും ദിവസങ്ങളിൽ കൂടുതൽ മണ്ഡലങ്ങളിലെ ചിത്രം തെളിയും. കൂടുതൽ രാഷ്ട്രീയ വിശകലന വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.